നമസ്കാരം. എന്റെ പേര് ധന്യ. മൈൻഡ് മെമ്പറാണ്. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്നു മാതാപിതാക്കൾ. ആ കുഞ്ഞ് വളരുന്നതോടൊപ്പം സ്വപ്നങ്ങളും വളരുന്നു. എന്നാൽ തന്റെ പൊന്നോമനയ്ക്ക് മസ്കുലർ ഡിസ്ട്രോഫിയോ, സ്പൈനൽ മസ്കുലർ അട്രോഫിയോ പോലെ ഏതെങ്കിലും അസുഖമാണെന്ന് അറിയുമ്പോൾ അവർ കണ്ട സ്വപ്നങ്ങൾ അവിടെ തീരുന്നു. പിന്നെ ആ മാതാപിതാക്കളുടെ ഒരേ ഒരു ലക്ഷ്യം തന്റെ കുട്ടിയുടെ അസുഖം മാറ്റുക എന്നതായിരിക്കും. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ആ കുഞ്ഞിന്റെ സുന്ദര ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാറില്ല. എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും തന്റെ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാലോ? അങ്ങനെ രണ്ടു പേരാണ് കൊല്ലം സ്വദേശികളായ ചന്ദ്രബോസും അജന്തയും. ഈ മാതാപിതാക്കൾ തങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ സ്വന്തം മകളുടെ ജീവിതമാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ മാതാപിതാക്കൾക്ക് മാതൃകയും വഴികാട്ടിയുമാണിവർ. അതെ, ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി എംകോം ഒന്നാം റാങ്ക് നേടിയ ആ മാതാപിതാക്കൾക്കും നമുക്കും ഒരുപോലെ അഭിമാനമായ മൈൻഡ് കുടുംബാംഗം ആർഷ ബോസിനെ ആദരിക്കാനാണ്. ശാരീരിക പരിമിതികൾ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച ആർഷയെ ഏറെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈൻഡിലെ MD SMA ബാധിതരായ സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രോജക്റ്റാണ് വി. ശാരീരിക പരിമിതികൾ ഒരു തടസ്സമായി കരുതാതെ കുട്ടികളെ സ്വപ്നം കാണാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും സാധാരണ ഒരു കുട്ടിയെ പോലെ ജീവിതത്തെ സമീപിക്കാനും സഹായിക്കുന്ന ലീഡർഷിപ്പ് പ്രോഗ്രാമാണ് പ്രയാൺ. വിയും പ്രയാണം ചേർന്നൊരുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ആർഷയെ ആദരിക്കാനായി മൈൻഡിന്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട സക്കീർ മാഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായ, അതിനേക്കാൾ ഏറെ ആഹ്ലാദവും അഭിമാനവും നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ കുടുംബത്തിലെ, മൈൻഡ് കുടുംബത്തിലെ ഒരംഗം ഒന്നാം റാങ്ക് നേടി പാസ്സായിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ JRF നേടിയപ്പോഴും നെറ്റ് നേടിയപ്പോഴൊക്കെ നമ്മ ആർഷയെ അഭിനന്ദിച്ചിരുന്നു. അതിനേക്കാളൊക്കെ ഒരു പടി കൂടി കടന്ന് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു വേണ്ടി ആർഷയെ അഭിനന്ദിക്കാൻ വേണ്ടി വേദി ഒരുക്കിയ മൈൻഡിന്റെ പ്രയാൺ, ബി തുടങ്ങിയ നമ്മുടെ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സായ ഷിബിന, എമി, ദിവ്യ പോലുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം അർഹതപ്പെട്ടവരെ ആദരിക്കുകയും അവരെ അഭിമാനപൂർവ്വം ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഈ കോർഡിനേറ്റേഴ്സ് ചെയ്യുന്നത്. അവരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഹെലൻ കെല്ലറെ കുറിച്ചും സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ചൊക്കെയാണ്. അവരെയൊക്കെയാണ് നമ്മളുടെ മുമ്പിലുള്ള വലിയ വലിയ റോൾ മോഡലുകൾ, അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്പിറേഷൻ ലാമ്പുകൾ, ലൈറ്റ് ഹൗസുകൾ. പക്ഷെ അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തന്നെ ഹെലൻ കെല്ലേഴ്സും സ്റ്റീഫൻ ഹോക്കിൻസും ഒക്കെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഈ മുഹൂർത്തത്തിന്റെ ഏറ്റവും ധന്യാത്മകമായ ഒരു കാര്യം. കാരണം ഇനി നാം പറയേണ്ടത് ഞങ്ങളുടെ ആർഷ, എങ്കിൽ അതുപോലെ ഞങ്ങളുടെ കൃഷ്ണകുമാർ എന്ന കുട്ടേട്ടൻ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇനി എന്താ പറയാ റോൾ മോഡലുകളായിട്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ലൈറ്റ് ഹൗസുകളായിട്ടൊക്കെ ഇനി മുമ്പോട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ
ഒരിക്കൽ കൂടി പറയാണ്, നിലവിലുള്ള റോൾ മോഡലുകൾ മാറ്റിവെച്ചുകൊണ്ട് ആർഷയെ മൈൻഡിന്റെ റോൾ മോഡലായി, മൈൻഡിലെ എല്ലാവർക്കും ഒരു റോൾ മോഡലായി, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഒരു റോൾ മോഡലായി ഞാൻ ആദ്യമായി ആദരിക്കുന്നു, അഭിനന്ദിക്കുന്നു. ആർഷ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് ജീവിക്കുന്നതിന്റെ ഉയരങ്ങളിലെത്താൻ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടത് മസിൽ പവർ അല്ല, മൈൻഡ് പവർ ആണ് എന്നുള്ളതാണ്. മസിൽ പവറിനേക്കാൾ 10 ഇരട്ടി ശക്തിയാണ്, അല്ലെങ്കിൽ 100 ഇരട്ടി ശക്തിയാണ് മൈൻഡ് പവറിന്. അങ്ങോട്ട് മൈൻഡ് പവറിലൂടെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് നമ്മൾക്ക് ആർഷ തെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരെ മാത്രമല്ല, എല്ലാ വിജയത്തിനും പിന്നിലും ആരെങ്കിലൊക്കെ ഉണ്ടാവും. അതിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആർഷയോടൊപ്പം തന്നെ നിന്ന് അച്ഛനും അമ്മയും, അഥവാ ചന്ദ്രബോസ് സാറും അജന്ത ടീച്ചറും ഒക്കെ ഒപ്പം നിന്ന് ഓരോ നിമിഷങ്ങളിലും, ഓരോ സെക്കൻഡുകളിലും ആർഷയെ ആ ഉയരങ്ങളിലെത്തിക്കാൻ സഹായിക്കുകയാണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചാൽ, നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമുക്ക് ഇത്തരം ഉന്നതങ്ങളിൽ എത്താൻ കഴിയും. ഒപ്പം തന്നെ നമ്മളുടെ മൈൻഡ് പോലുള്ള വലിയൊരു കുടുംബം നമ്മളോട് എല്ലാവരോടും ഒപ്പമുണ്ട്. ഓരോ അംഗത്തിനോടൊപ്പം മറ്റുള്ള ഒരു ഭിന്നശേഷിക്കാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് ഇത്. വെറുതെ പറയുന്നതല്ല, ഞാൻ ഒരുപാട് സംഘടനകൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വലിയൊരു ഭാഗ്യമാണ് മൈൻഡ് എന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ കുടുംബം. കാരണം ഓരോ വ്യക്തിയുടെയും, ഓരോ അംഗങ്ങളുടെയും ചെറിയ ചെറിയ ഉയർച്ചകളെ ഓരോ സ്റ്റെപ്പായി ഉള്ള ഉയർച്ചകളിൽ താങ്ങായും തണലായും എല്ലാ അർത്ഥത്തിലും കൂട്ടിവെക്കുന്ന ഒരു സംഘടനയാണ് മൈൻഡ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾക്കറിയാം. ഞാൻ അതിന്റെ ചെയർമാൻ മാത്രമാണെങ്കിലും, പക്ഷെ കുട്ടേട്ടനെ പോലുള്ള, പ്രതിച്ചേട്ടനെ പോലുള്ള, എമിയെ പോലുള്ള, ഷിബിനെ പോലുള്ള, ദിവ്യയെ പോലുള്ള, അഖിലിനെ പോലുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് മൈൻഡ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനുള്ളത്, മറ്റു ഭിന്നശേഷിക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തരായ ഭാഗ്യം ചെയ്തവരാണ് മൈൻഡിലെ അംഗങ്ങൾ. കാരണം മൈൻഡ് ഒരു വലിയ കുടുംബമാണ്. അഥവാ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം. കൂട്ടിച്ചേർത്ത് എല്ലാവരെയും സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്. ആർഷയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ആർഷ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ആർഷയുടെ ഒരു വലിയ സ്വപ്നമുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊരു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് തീർച്ചയായിട്ടും ആർഷ എത്തും, അതിലൊരു സംശയവുമില്ല. വളരെ ഭംഗിയായി ആ മേഖലയിൽ ആർഷയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയും. കാരണം ഒരു അധ്യാപിക എന്നുള്ളത് ഒരർത്ഥത്തിൽ വെറും ഒരു ടീച്ചർ മാത്രമല്ല, ഒരു റോൾ മോഡൽ കൂടിയായിട്ട്, അഥവാ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ജീവിതത്തിന്റെ ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു ടീച്ചർ ആകാൻ കൂടി ആർഷയ്ക്ക് കഴിയും. ആർഷയെ ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ആർഷയുടെ അച്ഛൻ ചന്ദ്രബോസ് സാറിനെയും അമ്മ അജിത് ടീച്ചറെയും ഇത്തരുണത്തിൽ ചേർത്ത് പിടിക്കുന്നു. കാരണം ഇത് വെറുതെ ഒരു ചേർത്ത് പിടിക്കലല്ല. കാരണം അവരെയാണ് പലപ്പോഴും മക്കളെ ഇങ്ങനെയാകുമ്പോൾ നിരാശരായി വീണ്ടും മക്കളെ ഇപ്പോഴും നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് പല രക്ഷിതാക്കളുടെയും പ്രതികരണങ്ങൾ. പക്ഷെ അതല്ല, നിനക്ക് പറ്റും, ഞങ്ങൾ കൂടെയുണ്ട്, ഓരോ ചുവടിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുക മാത്രമല്ല, പൂർണ്ണമായും കൂടെ നിന്ന് ഉയരങ്ങളിലെത്തിക്കാൻ സഹായിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രബോസ് സാറും അജിത് ടീച്ചറുമാണ്. അവരെയും ഇത്തരണത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ മെമ്പേഴ്സും, നമ്മുടെ മൈൻഡ് മെമ്പേഴ്സിനെയും എന്നോടും പറയാനുള്ള ഇതാണ്, ആർഷയെ നമ്മൾ ഇനി റോൾ മോഡലായി കാണണം. ഞാൻ പിന്നെയും പറയുന്നു, ഹെലൻ കെല്ലറിനെയും സ്റ്റീഫൻ ഹോക്കിൻസിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മളിലുള്ള മിടുക്കരായ ആർഷ ബോസിനെ പോലുള്ള, കുട്ടേട്ടനെ പോലുള്ളവരെ മാതൃകയാക്കി ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കട്ടെ. നമുക്കിടയിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സ്നേഹം, കരുണം, കരുതൽ. നമസ്കാരം. മാഷിന്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്നുണ്ട്.
ഒത്തിരി സ്നേഹം മാഷെ. ഓക്കെ, താങ്ക് യു. വിലപ്പെട്ട ഈ സമയം ഞാൻ ഇവിടെ ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന്. അടുത്തത് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ആർഷയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചെവിയോർക്കാം. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു ഓണറിങ് പരിപാടി സംഘടിപ്പിച്ച മൈൻഡിന്, നമ്മൾ വിക്ക്, പ്രയാന് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഇരിക്കാൻ, ഇങ്ങനെ ഈ ഒരു പരിപാടി പങ്കെടുക്കാനായിട്ട്. സക്കീർ മാഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് അഭിമാനവും ഇമോഷണൽ ആയിട്ടൊക്കെ തോന്നി. കാരണം അത്രയും ടച്ചിങ് ആയിരുന്നു മാഷിന്റെ വാക്കുകൾ കേൾക്കാൻ. എനിക്ക് മൈൻഡ് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം മൈൻഡിൽ വരുന്നപ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ട്. നമുക്ക് തളർന്നു പോകുന്നൊരു നിമിഷം വന്നാൽ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ, നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് മൈൻഡിൽ തന്നെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മൈൻഡ് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. അതാണൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് എനിക്ക് മൊമെൻറ്റം കിട്ടിയായിരുന്നു. അതും ന്യൂ ഇയറിൻ്റെ അന്ന് എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഗിഫ്റ്റ്, ആദ്യത്തെ ഒരു പ്രോത്സാഹനം, ഒരു അംഗീകാരമായിരുന്നു നമ്മളെ മൈൻഡിൽ നിന്ന് കിട്ടിയത്. അതും ജനുവരി 1-നായിരുന്നു അത് കിട്ടിയത്. അതും വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. ആർഷയുടെ ഈ വിജയം മൈൻഡിലെ കുട്ടികൾക്കെല്ലാം വളരെ പ്രചോദനമായിട്ടുള്ളതാണ്. ആർഷയുടെ സ്കൂൾ ജീവിതം, പഠനം, കോളേജ്, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മുടെ മൈൻഡിലെ കൊച്ചു കൂട്ടുകാരായ വേദിക, ആമിന, അദ്വൈത്, മുഹമ്മദ് എന്നീ മിടുക്കരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് വേദികയിൽ നിന്ന് തുടങ്ങാം. എന്റെ പേര് വേദിക. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചേച്ചിക്ക് എംകോം ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പം എന്തായിരുന്നു തോന്നിയത്? റാങ്ക് റിസൾട്ട് വന്ന നിമിഷം ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷവും ഒരു സമാധാനമൊക്കെ ആയിരുന്നു. കാരണം PGക്ക് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് റാങ്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് സാറ്റിസ്ഫൈങ് ആവുന്ന ഒരു മാർക്ക് കിട്ടണം, അത്ര മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ സെക്കൻഡ് സെമ്മ റിസൾട്ട് വന്നപ്പോൾ തൊട്ട് യൂണിവേഴ്സിറ്റി ടോപ്പായിരുന്നു. ടീച്ചേഴ്സ് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ടീച്ചറാന്ന് എന്നെ വിളിച്ച് മാർക്ക് ഇങ്ങനെ വേറെ കോളേജസിലെ പിള്ളേരെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കണമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ സെക്കൻഡ് സെമ്മേ നോക്കിയപ്പോൾ ടോപ്പ് ഉണ്ടായിരുന്നു. തേർഡ് സെമ്മേ വന്നപ്പം ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പം തേർഡ് സെമ്മിന് ശേഷമാണ് എനിക്കൊരു ആഗ്രഹം പോലും വന്നത്, ഇങ്ങനെ റാങ്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം പോലും വന്നത് തേർഡ് സെമ്മിന് ശേഷം മാത്രമാണ്. അപ്പം ഉറപ്പായിരുന്നു ഏതെങ്കിലും ഒരു റാങ്ക്, ആ ഒരു അപ്പുറത്തെ മാർക്ക് നിലവെച്ചതിന് ടോപ്പ് 4 ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാംക്ഷ ഉണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. റിസൾട്ട് വന്ന നിമിഷം ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ എല്ലാം മാറി റാങ്ക് വന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അതും തന്നെ എൻ്റെ അമ്മയച്ഛനും വിളിക്കുകയായിരുന്നു ചെയ്ത്. ഞാൻ ഇവിടെ കിടന്ന് എൻ്റെ റിസൾട്ട് വരുന്ന സമയം എനിക്കൊരു പൂവലാണ് അമ്മയച്ഛനും ചിലപ്പോൾ അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ പുറത്ത് വല്ലതും മുറ്റത്ത് വല്ലതും ആയിരിക്കും നിൽക്കുന്ന. എൻ്റെ ആ ഒരു വിളി കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനും കാര്യം മനസ്സിലായായിരുന്നു. അങ്ങനെ ആ ഒരു നിമിഷം ഭയങ്കര സന്തോഷമായിരുന്നു. ചേച്ചി എല്ലാം അപ് ടു ഡേറ്റ് ആയി പഠിക്കോ? ചേച്ചിയും അധ്യാപകരും ആയുള്ള ബന്ധം എങ്ങനെയാ? അപ്ഡേറ്റ് ആയി പഠിക്കുന്ന വെച്ചാൽ നമ്മൾ സ്കൂൾ വരെയുള്ള രീതിയല്ല നമുക്ക് കോളേജിലോട്ട് വരുന്നത്. സ്കൂൾ വരെ ആണെങ്കിൽ നമ്മൾ മാക്സിമം അന്നെന്നുള്ളത് പഠിച്ച് പോകുമായിരുന്നു. മാക്സിമം ഒക്കെ പഠിച്ച് തീരാൻ ചിലപ്പോൾ പറ്റത്തില്ല, നമുക്കറിയാമല്ലോ. നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് നേരെ ഇരുന്ന് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം അന്നെന്നുള്ളത് പഠിച്ചു തീർക്കും. അല്ലാത്തത് പിന്നെ ശനിയോ ഞായറോ അങ്ങനെ എന്തെങ്കിലും എന്നാൽ സ്കൂൾ ലെവൽ വരെയുള്ള കാര്യം. കോളേജ് എത്തിയപ്പോൾ എല്ലാം മാറി. കുറച്ച് മാത്രമേ നമ്മൾ ഓരോ ദിവസം പഠിക്കത്തുള്ളൂ. പിന്നെ എക്സാം അടുപ്പിച്ചായിരിക്കും നമ്മൾ പിന്നെയും പഠിക്കുന്നത്. മോഡൽ എക്സാം വരെ പിന്നെ കൂടുതൽ പഠിക്കുന്ന. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റഡി ലീവ് ഒക്കെ കിട്ടും. കോളേജിലൊക്കെ എത്തിയപ്പോൾ ഇച്ചിരി ഉളപ്പൊക്കെ തന്നെ എത്തുന്നത് ഞാൻ. അതെൻ്റെ അമ്മ എപ്പോഴും പറയുന്നത്, കോളേജിൽ എത്തിയപ്പോൾ സ്കൂൾ കണക്കൊന്നും അല്ല, ഇപ്പം ഭയങ്കര ഉളപ്പാണ്. അപ്പം മെയിൻലി എക്സാം അടുപ്പിച്ചായിരിക്കും ഞാൻ പിന്നെ പഠിച്ചത് കോളേജിലൊക്കെ എത്തിയപ്പോൾ. പ്രത്യേകിച്ച് PG ടൈമിലാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ആയാലും ഫാമിലി ഇഷ്യൂസ് ആയാലും. അപ്പം നമുക്ക് റെഗുലറായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു എൻ്റെ PG കാലഘട്ടം. അപ്പോൾ എനിക്ക് മെയിൻലി കൂടുതൽ ഞാൻ എക്സാം ടൈം അടുപ്പിച്ചായിരുന്നു PGക്ക് പഠിച്ചുകൊണ്ട് പോയിരുന്നത്. പിന്നെ എൻ്റെ അധ്യാപകർ എനിക്കെന്നും സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഞാൻ 7 വരെ പഠിച്ചത് ഒരു ICSC സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 8 തൊട്ടാണ് ഞാൻ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറിയത്. അപ്പോൾ സത്യം പറഞ്ഞ ടീച്ചേഴ്സിൻ്റെ ഒരു അണ്ണയുടെ കോളേജിൽ നിന്ന്, അണ്ണയുടെ സ്കൂളിൽ നിന്ന് ഒരു എയ്ഡഡ് സ്കൂളിലോട്ട് മാറിയപ്പോൾ ആ ടീച്ചേഴ്സിലോട്ടാകുന്ന സപ്പോർട്ടും അവരത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. 8 തൊട്ട് ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ ടീച്ചേഴ്സും അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എന്നെ ചേർത്ത് പിടിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ 8-ലൊക്കെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞായ റെസ്പോൺസിബിലിറ്റീസ് പോലും തരുമായിരുന്നു. ഇപ്പം ഏതെങ്കിലും ഫ്രണ്ട്സിന്
ഏതെങ്കിലും സബ്ജക്റ്റ് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കുക, ഏൽപ്പിക്കുന്നതായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് അതുപോലും നമ്മൾ ചേർത്ത് പിടിക്കില്ല. അങ്ങനെ 8 ടീച്ചേഴ്സ് ആയാലും ചേർത്ത് പിടിക്കും. കോളേജിൽ എത്തിയപ്പോൾ എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ ടീച്ചേഴ്സ് അത്രയും സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ഓരോ കാര്യം എത്തുമ്പോൾ നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും നമുക്ക് കോളേജിൽ നിന്ന് അത്രയും കോളേജ് ലെവലിൽ എത്തുമ്പോൾ ടീച്ചേഴ്സ് അത്രയും സ്റ്റുഡൻസിന്റെ കാര്യം നമുക്ക് നോക്കുക ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ടീച്ചേഴ്സ് എന്നെ വിളിച്ച കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എനിക്കൊരു ഇഷ്യൂ വന്നപ്പോൾ ഫുൾ ടീച്ചേഴ്സും എൻ്റെ മിക്കവാറുള്ള ടീച്ചേഴ്സും എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി എനിക്ക് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു സപ്പോർട്ട്. അവർ പഠിപ്പിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസിന് ഒരു സ്റ്റുഡന്റിനെ മാത്രമായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് വന്ന സമയത്ത് എന്നെ അത്രയും ചേർത്ത് പിടിച്ച് എൻ്റെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അതാണ് എന്നെ പഠിപ്പിച്ചത്. ഇത്രയും നല്ല എനിക്ക് മാർക്ക് കിട്ടിയത് തന്നെ എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. ഒരു ട്യൂഷൻ പോയി അല്ല ഞാൻ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടീച്ചേഴ്സ് അത്രയും നല്ലോണം എന്നെ പഠിപ്പിച്ചതും. അങ്ങനെ ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു മോളെ. അടുത്ത ചോദ്യം, ചേച്ചിക്ക് സ്കൂളിലും കോളേജിലും എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്ന തരത്തില് സ്കൂളും കോളേജും ഒക്കെ ആക്സസിബിൾ ആയിരുന്നോ? അക്സസിബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ അത് നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അക്സസിബിലിറ്റി തന്നെയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ആദ്യം പഠിച്ചൊരു ICSE സ്കൂളിലായിരുന്നു. അവിടെ എനിക്ക് അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷം ആദ്യമൊക്കെ മുകളിലായിരുന്നു. അസുഖം ഇല്ലാത്ത സമയത്ത് അസുഖം സ്ഥിരീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷം ഇങ്ങനെ ക്ലാസ് താഴെ ആക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ താഴെ ആക്കാനൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ അച്ഛൻ ഫോർമലായിട്ട് എൻ്റെ രീതി മൂവ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് താഴെ അറേഞ്ച് ചെയ്തത്. പിന്നെ ഞെട്ടായപ്പോൾ സ്കൂളിൽ മാറി. അവിടെ എനിക്ക് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ ക്ലാസ് അവരായിട്ട് തന്നെ പറഞ്ഞു താഴെ ക്ലാസ് അറേഞ്ച് ചെയ്യാമെന്ന്. ക്ലാസ് താഴെ അറേഞ്ച് ചെയ്തു. പിന്നെ 11th 12th ആയാലും നമുക്ക് ക്ലാസ് താഴെ അറേഞ്ച് ചെയ്തു. അവിടെ ആ ഒരു ബിൽഡിംഗ് റാമ്പ് പോലും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ പ്രിൻസിപ്പൾ ഞാൻ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ വണ്ടിയിലായിരുന്നു ഇരുന്നത്. അന്ന് സാറ് വണ്ടിയിൽ വന്ന് സാറ് സ്കൂളിലോട്ട് വരാനും വെൽക്കം ഒക്കെ ചെയ്തു. നമുക്ക് അഡ്മിഷൻ ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് റാമ്പ് ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. ക്ലാസ് തുടങ്ങിയപ്പോഴേക്ക് റാമ്പ് ചെയ്ത് തന്നു. എനിക്കായിരുന്നു ആ സ്കൂളിൽ ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് റാമ്പ് ചെയ്ത്. നമ്മളൊന്നും അങ്ങോട്ട് സാറിനോട് പറയേണ്ട പോലും ആവശ്യമില്ലായിരുന്നു. സാറായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ചെയ്തു തന്നെയാണ്. കോളേജിൽ എത്തിയപ്പോൾ നമുക്ക് ഇഷ്യൂ എന്ന് വെച്ചാൽ കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് 3rd ഫ്ലോറിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ ചെന്ന സമയത്ത് പ്രിൻസിപ്പൾ പോലും പറഞ്ഞത് എന്തിനാണ് മുകളിലുള്ള സബ്ജക്റ്റ് എടുക്കുന്ന താഴെയുള്ള വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്താൽ പോരായിരുന്നോ എന്ന് പോലും നമ്മളടുത്ത് പ്രിൻസിപ്പൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും കോളേജ് മാനേജറിന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ, ഞാൻ SM കോളേജിലാണ് പഠിച്ചത്, കൊല്ലം SM കോളേജിൽ. വെള്ളാപ്പള്ളി നടേശൻ സാറിനെ നേരിട്ട് കണ്ട് എൻ്റെ അച്ഛൻ പോയി നേരിട്ട് കണ്ടു. അങ്ങനെ സാറ് വിളിച്ച് പറഞ്ഞാണ് എനിക്ക് ക്ലാസ് താഴെ അറേഞ്ച് ചെയ്ത് കിട്ടിയത്. അങ്ങനെ ഡിഗ്രിക്ക് അങ്ങനെയായിരുന്നു. പിന്നെ അവിടുത്തെ റാമ്പിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞു ഫോർമലായിട്ടും എല്ലാം മൂവ് ചെയ്തൊക്കെ റാമ്പ് നമുക്ക് നേരെ പണിത് തന്നു. പിന്നെ PGക്കും ഞാൻ അവിടെ തന്നെയായിരുന്നു, SM കോളേജിൽ തന്നെ പഠിച്ചത്. PG എത്തിയപ്പോഴേക്ക് നമുക്ക് റാമ്പ് വേറെ നല്ല റാമ്പുകൾ, അത് നമ്മൾ പറയാതെ തന്നെ അവിടെ വേറെ നല്ല റാംപ്സ്, ഇപ്പം 3 റാമ്പോടെ ഉണ്ട്. അങ്ങനെ റാമ്പ് ഫെസിലിറ്റീസ് വന്നു. ക്ലാസ് താഴെയാക്കാനും PG എത്തിയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ടീച്ചേഴ്സ് തന്നെ അവിടെ പഠിച്ച സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ എന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് PG സമയത്തെ ക്ലാസ്സിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. ടീച്ചേഴ്സ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത്. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാറ്റിയായിരുന്നു എനിക്ക് ക്ലാസ് താഴെ അറേഞ്ച് ചെയ്തത്. കോളേജുകാരും ടീച്ചേഴ്സും ഒക്കെ കോളേജും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെയും അവിടെ ലൈബ്രറി അക്സസിബിലിറ്റി ഇല്ലായിരുന്നു. അത് നമ്മൾ പ്രിൻസിപ്പളിനെ കണ്ടു, അതൊന്ന് റാമ്പ് വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ അത് ചെയ്തു തന്നു. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുള്ള പരിഹാരം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അടുത്ത ചോദ്യം, ചേച്ചിക്ക് അസുഖം ബാധിച്ചതിനാൽ ആരെങ്കിലും ചേച്ചിനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? മാറ്റി നിർത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം നമ്മളെ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മളെ യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ളവർക്ക് അതൊരു മാറ്റർ അല്ല നമുക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കങ്ങനെ മാറ്റി നിർത്തിയിട്ടായിട്ടുള്ള ഫീൽ ചെയ്തിട്ടില്ല. അല്ലാതെ നമുക്കായിട്ടൊരു പരിമിതികളുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിൻ്റെയൊക്കെ അതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അല്ലാതെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് പ്രിയപ്പെട്ടവർ എന്നെ മാറ്റി നിർത്തിയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ
ദൈനംദിന ജീവിതത്തെ പിന്തുണയ്ക്കാൻ ചേച്ചി എന്ത് സഹായ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്? സാങ്കേതിക വിദ്യ വീൽ ചെയർ. ഞാൻ ഫുള്ളി വീൽ ചെയറാണ്. ഒട്ടും നടക്കത്തില്ല, അതുകൊണ്ട് ഫുള്ളി വീൽ ചെയറാണ്, ഇലക്ട്രിക് വീൽ ചെയർ. അത് ആദ്യം എനിക്ക് മൈൻഡിൽ നിന്നായിരുന്നു ആദ്യം കിട്ടിയത്. അതിന് മൈൻഡിനോട് ഒരുപാട് നന്ദിയുണ്ട്. മൈൻഡിൽ നിന്നാണ് ആദ്യം എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയത്. അതിനുശേഷം ഗവൺമെന്റ് പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ കിട്ടി. അതാണ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഇലക്ട്രിക് വീൽ ചെയർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫിസിയോതെറാപ്പീസ് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ അതേ അവസ്ഥയിലുള്ള ആളുകളെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? മൈൻഡിൽ വരുന്നത് മുമ്പ് അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ ഞാൻ ആപ്പാട് ഒരു ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ജോളിയുള്ള ചേട്ടനാണ്. അപ്പം ഫോണിൽ കൂടെ പരിചയപ്പെട്ടയായിരുന്നു, അങ്ങനെ പോയി. പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്ന മൈൻഡിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മോട്ടിവേഷനാണ്. ഇപ്പൊ കൃഷ്ണകുമാറായിട്ട് തന്നെയാണ് ഓരോ വ്യക്തിയും. ഇപ്പൊ മൈൻഡിലുള്ള ഓരോ വ്യക്തികളും നമുക്ക് ഓരോ ടൈപ്പിലുള്ള ഇൻസ്പിറേഷനാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെ എടുത്ത് പറയുകയാണെങ്കിൽ കൃഷ്ണകുമാറേട്ടൻ ഞാൻ പറയാം. കൃഷ്ണകുമാറേട്ടൻ സത്യം പറഞ്ഞ ചേട്ടന്റെ ഒരു വിൽപ്പർ, ചേട്ടന്റെ ഒരു മൈൻഡ് കൊണ്ടാണ് ചേട്ടൻ ഇന്നും ഇത്ര ഈ ഒരു നിലയിൽ എത്തിയത്. അങ്ങനെ ഓരോ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷനാണ് വരുന്നത്. നമ്മളും തളർന്നു പോകാൻ പാടില്ല, നമ്മളെ കൊണ്ടും പറ്റും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരാണുള്ളത്. താങ്ക് യു ചേച്ചി. താങ്ക് യു മോളെ. താങ്ക് യു മോളെ. അടുത്ത നമുക്ക് മുഹമ്മദിനെ വിളിക്കാം. മുഹമ്മദിനും എന്തൊക്കെയാ ആർഷയോട് ചോദിക്കാനുണ്ട്? മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗാവസ്ഥ മൂലം പഠനത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ MBBS എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഒരു 10th ഒക്കെ ആ ഒരു ടൈമൊക്കെ. അപ്പോൾ എനിക്ക് ഡിസബിലിറ്റി വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ +1 വന്നപ്പോൾ ഞാൻ സയൻസ് എടുക്കാതെ കൊമേഴ്സിലോട്ട് മാറിയത്. അപ്പം അത് എനിക്ക് അസുഖം മൂലം വന്ന ഒരു ചേഞ്ചാണ്. അന്ന് കണക്കിന് എൻ്റെ വേറെ സ്വപ്നം, ആ സ്വപ്നത്തിലോട്ടൊക്കെ എനിക്ക് പോവാതെ തടസ്സമായിട്ട് നിന്നത് ഈ ഒരു അസുഖം തന്നെയായിരുന്നു. പിന്നെ നമുക്ക് വന്നൊരു ഡിഫിക്കൽട്ടി, ഒരുപാട് നേരം ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം കണ്ടിന്യൂസ്ലി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, ഇല്ലെങ്കിൽ ഒരുപാട് നേരം എഴുതാനുള്ള ഡിഫിക്കൽട്ടീസ്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് നേരിടുന്നുണ്ട്. എന്നാലും നമുക്കത് പഠിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം, ആ ഒരു നിശ്ചയമുണ്ട്, എനിക്കത് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു കാരണം. നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾ അവോയ്ഡ് ചെയ്യും. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ഇങ്ങനെയും പരിശ്രമിക്കത്തില്ലേ? അതാണൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്, എഴുതുന്നതിലും ഒരുപാട് നേരം ഇരിക്കുന്നതിലും ഒക്കെ. പക്ഷെ പഠിക്കണമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ല. പിന്നെ ഇപ്പൊ PGയുടെ കേസ് പറയുകയാണെങ്കിലും, PGയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ PG ഞാൻ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫിനാൻസ് എടുക്കാനാണ് ജോയിൻ ചെയ്തത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ വന്ന ആ ഒരു ഡിവിഷൻ വരുന്നത്. ഞങ്ങളുടെ കോളേജിൽ 2 സ്ട്രീമാണ് ഉണ്ടായിരുന്നത്, ഫിനാൻസും മാർക്കറ്റിങ്ങും. PG സെക്കൻഡ് ഇയർ ആയപ്പോൾ ഈ ഒരു ഡിവിഷൻ വന്ന സമയത്ത് എനിക്ക് കുറച്ച് ഇഷ്യൂസ്, ഇരിക്കാൻ ഒത്തിരി നടുവേദനയൊക്കെ വന്ന്, അതുകൊണ്ട് ആ ഒരു ഹെൽത്ത് ബേസ് ചെയ്ത് ആ ഹെൽത്തിന് ഇച്ചിരി കൂടി ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ പിന്നെ മാർക്കറ്റിംഗ് എടുത്തത്. ഫിനാൻസ് ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഒത്തിരി നേരം ഇരുന്ന് ചെയ്ത് പ്രോബ്ലംസ് ആണ്, ഒത്തിരി നേരം ഇരുന്ന് ചെയ്ത് പഠിക്കേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഹെൽത്തിന് ഇച്ചിരി കൂടെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയായിട്ട് വന്നു. അങ്ങനെ മാർക്കറ്റിംഗ് എടുത്തപ്പോൾ മാർക്കറ്റിംഗ് ഫുള്ള് തിയറി. എന്നെ സംബന്ധിച്ച് ഞാൻ തിയറി അധികം അങ്ങനെ പഠിക്കാൻ ഇച്ചിരി മടി, എനിക്ക് ഇഷ്ടം പ്രോബ്ലംസ് ആയിരുന്നു. അപ്പം ഇഷ്ടമുള്ള ഒരു ഏരിയ വിട്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിന് ഭയങ്കര ഹൈ മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അത് വെച്ച് മാർക്ക് വീഴുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പല സ്വപ്നങ്ങളും മാറ്റി ചിന്തിച്ച് വേറൊരു പാത്ത് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ പാത്തും എനിക്ക് പക്ഷേ ഇപ്പം ഇഷ്ടമാണ്. സന്തോഷമായിട്ട് ആ ഒരു വേറെ ലക്ഷ്യം നമുക്ക് ദൈവം കാട്ടി തന്നു. ആ ലക്ഷ്യത്തിന്റെ പുറകെ ഇപ്പൊ പോകുന്നു. ചേച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. സൗഹൃദം ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടീവ് ആണ്. അതെനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തായാലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരും സപ്പോർട്ടീവാണ്. അപ്പം നമുക്ക് സ്കൂൾ കോളേജിലായപ്പം ഞാൻ റെഗുലറായിട്ട് സ്കൂളിലായാലും കോളേജിലായാലും പോയി പഠിച്ചൊരു വ്യക്തിയാണ്. അതിന് മെയിൻ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. കാരണം നമുക്ക് ബുക്ക് എടുത്ത് തരാനായാലും എല്ലാം ബുക്ക് എടുത്ത് തരുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇപ്പം PG ഒക്കെ ആയ സമയത്ത് തന്നെ കോളേജിൽ നമുക്ക് ഒരു ഫുഡ് കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തന്നെ വാരി കഴിക്കുന്നതിൽ. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യം ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ആ ഒരു രീതി നമുക്ക് വാരി കഴിക്കാൻ പറ്റും. പക്ഷേ കോളേജിലൊക്കെ നമുക്കൊരു ഹൈറ്റ് നമ്മളൊരു ലെവലിൽ അത് അറേഞ്ച് ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടി കാരണം എനിക്ക് കോളേജിലൊക്കെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു ഫുഡ് വാരി തന്ന്
അവര് എന്നെ ഒരു എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവര് ഗ്രൗണ്ടിൽ പോകാനും ക്യാനീനിൽ പോകാനും എപ്പോഴും എന്നെ കൂടെ നിർത്തി. ആ ഒരു ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ കോളേജിൽ പോവുകയും ഫ്രണ്ട്സ് നമ്മളൊന്ന് മാറ്റി നിർത്തി നമുക്ക് റെഗുലറായിട്ട് പോകാൻ തോന്നത്തില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടോണ്ട് തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണം ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഇനി വന്നേ പറ്റൂ എന്ന് പറഞ്ഞു അത്രയും ചെല്ലാനായിട്ട് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സാണ് എന്നെ അത്രയും കൂടെ നിർത്തി. ഇപ്പൊ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ നോർമൽ വീൽചെയറിലായിരുന്നു പോയിരുന്നത്. ആ വീൽചെയറിൽ പോയപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുവന്ന് ഇറക്കിയാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എന്നെ വന്ന് ഉരുട്ടിക്കൊണ്ട് പോകും. അങ്ങനെ അത്രയും എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ സൗഹൃദമാണ്. വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും അവരും ഇലക്ട്രിക് വീൽചെയർ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഏരിയ ഫുള്ളും കടന്ന് കറങ്ങിയിട്ടുണ്ട്. അതും എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ്. അത്രയും എനിക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും എന്നെ അത്രയും മാത്രം ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന സൗഹൃദങ്ങളുണ്ട്. എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്നത്. അത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യവും. സ്കൂളിൽ നിന്നും കോളേജിലേക്ക് എത്തിയപ്പോൾ പ്രധാനമായും അനുഭവപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം ഡിഗ്രി ഫസ്റ്റ് ഇയർ നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഉണ്ടായിരുന്നു. നമുക്ക് സ്കൂളിൻ്റെ കണക്കല്ല, കുറച്ചും കൂടെ ഫ്രീഡം, നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഫ്രീഡം ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പ്രത്യേകിച്ച് കൊല്ലം വെസ്റ്റേൺ കോളേജ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രീഡവും അവിടുത്തെ വൈബും അത് പ്രത്യേകം തന്നെയാണ്. കോളേജ് അത്രയും ഒരു നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. നമ്മൾ ONV കുറിപ്പും ഒക്കെ പഠിച്ച് ഒരുപാട് ആൾക്കാർ പഠിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പഠിച്ചിട്ടുള്ള അത്രയും ഒരു ഫേമസ് ഒരു കോളേജ് പഠിക്കാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പൊ സ്കൂളിൽ നമുക്കുള്ള ഒരു സ്ട്രിക്ട്നെസ്സും അതെല്ലാം മാറി ഒരു ഇച്ചിരി കൂടെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടായിരുന്നു കോളേജ് വന്നത്. പിന്നെ അവിടുത്തെ ഒരു കേസ് നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതി, ആ ഒരു രീതിയെല്ലാം മാറി നമുക്ക് ഇച്ചിരി കൂടെ ഒരു ലെക്ചറിങ് രീതിയോട്ട് ക്ലാസ്സിൽ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പോയി. പിന്നെ കൊറോണയായിരുന്നു. കൊറോണ വന്നു, വീട്ടിലായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കയറുന്നത്. ആ ഒരു രീതിയിലൊക്കെ വന്നപ്പോൾ കൊറോണ, ഫ്രണ്ട്സിനെ കാണാനില്ല, ഒത്തിരി സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് ആയിരുന്നു. ഫ്രണ്ട്സിന്റെ എല്ലാവരും പേര് പോലും പഠിച്ചു വന്നപ്പോഴേക്ക് കൊറോണയായിപ്പോയി. പിന്നെ കൊറോണ കഴിഞ്ഞ് ക്ലാസ്സിന് പിന്നെ തേർഡ് ഇയറിനാണ് ചെല്ലുന്നത്. തേർഡ് ഇയറിന് ചെല്ലുമ്പോൾ എല്ലാവരും പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് ചെന്ന് എത്തിയത്. വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച ഒരു അനുഭവം? നമുക്ക് വിദ്യാഭ്യാസ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച അനുഭവം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു മുഹൂർത്തം അത് പറയാം. എനിക്ക് ഏറ്റവും ഒരു അച്ചീവ്മെന്റ്, എനിക്ക് എഡ്യൂക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് വന്ന ഒരു സമയം എൻ്റെ GRF റിസൾട്ട് വന്നതായിരുന്നു. ആ ഒരു റിസൾട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നു ആ വട്ടം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് അവാർഡും എന്നെ സെലക്ഷൻ ആയത്. അപ്പോൾ രണ്ട് സന്തോഷം കൂടെ ഒരു നിമിഷം വന്ന് കഴിഞ്ഞ ജനുവരി ടൈമായിരുന്നു. കഴിഞ്ഞ ജനുവരി 18-ന് എൻ്റെ നെറ്റിൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ തലേന്നായിരുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് അവാർഡിനുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കോളും കിട്ടിയത്. അങ്ങനെ ആ ഒരു ടൈം ഭയങ്കര സന്തോഷിച്ച ഒരു ടൈമായിരുന്നു. ചേച്ചിയുടെ റോൾ മോഡൽ ആരാണ്? റോൾ മോഡൽ എന്ന് പറയാൻ ഞാൻ അങ്ങനെ റോൾ മോഡൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല. നമുക്ക് മോട്ടിവേഷൻ തരാം, നമുക്കൊന്ന് തളർന്നു പോകുന്ന സമയത്ത് മോട്ടിവേഷൻ തരാൻ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാലും റോൾ മോഡൽസ് ആയിട്ട് അങ്ങനെ ആരും ഞാൻ അങ്ങനെ കരുതുന്നില്ല. പിന്നെ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് എൻ്റെ അമ്മയച്ഛനും ഉണ്ട്. അമ്മയച്ഛനും തന്നെയാണ് എന്നെ ഇന്ന് വരെ ഈ ഒരു നില വരെ എത്തിച്ചത് എൻ്റെ പേരൻസ് തന്നെയാണ്. പുതിയ തലമുറയിലെ കുട്ടികളായി ഞങ്ങൾക്ക് എന്ത് ഉപദേശമാണ് ചേച്ചിക്ക് തരാനുള്ളത്? ഉപദേശം തരാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, അല്ലാതെ ഉപദേശമാണെന്ന് എനിക്ക് ഉപദേശം തരാനൊന്നും വലിയ ആളൊന്നും അല്ല ഞാൻ. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത്, നമുക്ക് നാളെ എന്താവുമോ ഇല്ലെങ്കിൽ നാളെ നമ്മളെ അവസ്ഥ എന്താവോ അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമെങ്കിൽ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ആഗ്രഹം കാണും, ആ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കണം. ഈ ഒരു നിമിഷത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ആ ഒരു സമയത്ത് സന്തോഷം കണ്ടെത്തി ആ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ പറ്റണം. ഇപ്പം നമ്മളെ മൈൻഡിലുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് പേര് നല്ലോണം പാട്ട് പാടുന്നവരുണ്ട്, നല്ലോണം ചിത്രം വരയ്ക്കുന്നവരുണ്ട്, അങ്ങനെ നിങ്ങളുടേതായ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാടുള്ളവർ നിങ്ങളുണ്ട്. അപ്പം ഈ പഠനത്തോടൊപ്പം തന്നെ ആ ഒരു ആക്ടിവിറ്റീസിനെ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്
കൊണ്ട് നടക്കണം. നമുക്ക് പിന്നീടായാലും നമുക്കൊരു രസമാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കഴിവും കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ആ ഓരോ കഴിവുകൾ. നല്ലോണം പടം വരയ്ക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ. ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങളും നിങ്ങളോടൊപ്പം തന്നെ അത് വളർത്തിക്കൊണ്ട് വരണം. അതാണൊക്കെ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കണം. ഫ്യൂച്ചറിനെ കുറിച്ച് ആകുലപ്പെടാതെ ഈ ഒരു നിമിഷം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ചേച്ചി. ഓക്കെ, താങ്ക് യു മോനെ. അടുത്തതായി നമുക്ക് ആമിനെ സ്വാഗതം ചെയ്യാം. ആമിന. ചേച്ചിയുടെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? വീട്ടിൽ നിന്ന് ചേച്ചിക്ക് ലഭിക്കുന്ന സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ഞാനും. ഒറ്റ മോളാണ്. അച്ഛൻ്റെ പേര് ചന്ദ്രബോസ്, അമ്മയുടെ പേര് രാജേന്ദ്രകുമാരി. അച്ഛൻ പണ്ട് ഗൾഫിലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെല്ലാം അച്ഛൻ ഗൾഫിലായിരുന്നു. പിന്നെ ഈ അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷം അച്ഛൻ ഗൾഫിൽ നിർത്തി നാട്ടിൽ വന്നതാണ്. അമ്മ BEd ഒക്കെ കഴിഞ്ഞാണ്. പിന്നെ എൻ്റെ അസുഖം മൂലം അമ്മയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അമ്മ ഹൗസ് വൈഫായിട്ട് പോകുന്നു. വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, ആ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. കാരണം എനിക്ക് എന്തോ ഒരു പ്രതിസന്ധി വന്നാലും എനിക്കതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പം എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും ബോധറാവേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയാം എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കൂടെ ഉണ്ട്. അവർ നോക്കിക്കോളും എന്നുള്ളൊരു 100%, 100 അല്ല 200% ഉള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യങ്ങൾ എനിക്കിപ്പോൾ പഠിക്കാൻ ഉള്ളെങ്കിൽ ഞാൻ പഠിച്ചാൽ മാത്രം മതി. വേറെ എല്ലാ എക്സ്ട്രാ എൻ്റെ എല്ലാ സറൗണ്ടിങ്സും ഓക്കെ ആക്കി തരുന്നത് എൻ്റെ പേരൻസ് തന്നെയാണ്. അതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്ലാസ് താഴെയാക്കുന്ന ഡിഗ്രി സമയത്ത് ക്ലാസ് താഴെയാക്കുന്ന ഒരു ഇഷ്യൂ വന്ന സമയത്തും അപ്പം എനിക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അച്ഛൻ നോക്കിക്കോളും എന്നാലുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അങ്ങനെ അവരെൻ്റെ ഒരു വിശ്വാസമാണ്. എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്നുവെച്ചാൽ വഴക്കുറയത്തില്ല അതല്ല, വഴക്കൊക്കെ പറയും, അടി കൂടും. ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു അടിയൊക്കെ കൂടും പേരൻസായിട്ട്. എന്നാലും എനിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടേക്കും. എനിക്ക് അത്രയും നമുക്ക് തലക്കേറിയിരുന്ന് നിരങ്ങാന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക് സ്വാതന്ത്ര്യം തരാറുണ്ട്. അത് കണക്ക് തന്നെ എന്നെ അത്രയും കൈവെള്ളയെ വെച്ച് വളർത്തുക എന്ന് പറയുന്ന രീതി, അത്രയും കൈവെള്ളയെ വെച്ച് ഓമനിച്ച് ഒറ്റമോളായിട്ടുള്ള പിഞ്ചിയും എല്ലാം ആയിട്ട് തന്നെയാണ് വളർത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വയ്യാത്ത കുട്ടികൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ ഇപ്പം പഠിച്ച ഓൺലൈനിൽ പഠിത്തം ഒതുക്കുന്ന ഈ കാലത്ത് ചേച്ചിക്ക് പോയി പഠിക്കണമെന്നുണ്ടായ ഒരു പ്രചോദനം, ആ ഒരു മോട്ടിവേഷൻ എന്താണ്? അതിന്റെ മെയിൻ കാരണം എൻ്റെ പേരൻസ് തന്നെയാണ്. കാരണം എനിക്ക് അസുഖം സ്ഥിരീകരിച്ചപ്പോൾ ഞാൻ റെഗുലറായിട്ട് സ്കൂളിൽ പോയി പഠിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എൻ്റെ പേരൻസ് ഒരു വട്ടം പോലും എന്നെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കണമെന്ന് അവർ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യം പോലും എനിക്ക് വന്നിട്ടില്ല. എൻ്റെ പേരൻസ് ചിന്തിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നെ എങ്ങനെ ഡെയിലി കോളേജിലായാലും സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റും, അത് മാത്രമേ അവർ ചിന്തിച്ചിട്ടുള്ളൂ. ആ ഒറ്റൊരു കാരണമേ ഉള്ളൂ. അവർ ഒരിക്കലും എന്നെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കേസ് വന്നിട്ടില്ല. എപ്പോഴും എനിക്കുള്ള അറേഞ്ച്മെന്റ്സ്, എനിക്ക് എന്നെ എങ്ങനെ കോളേജിൽ വിടാം, എല്ലാ ദിവസവും എന്നെ വിട്ട് പഠിപ്പിക്കുക, അത് മാത്രമായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനും അതുകൊണ്ട് റെഗുലറിൽ പോയി തന്നെ പഠിക്കാൻ പറ്റി. ചേച്ചിക്ക് കൊമേഴ്സ് വിഷയം ഇഷ്ടമായത് കൊണ്ടാണോ തുടർ പഠനത്തിനായി തിരഞ്ഞെടുത്തത്? അതോ സയൻസ് വിഷയങ്ങൾ തുടർ പഠനത്തിനായി എടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ? ബുദ്ധിമുട്ട് കൊണ്ടൊന്നും മാത്രമാണ് കൊമേഴ്സ് ആദ്യം എടുത്തത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് MBBS ആയിരുന്നു ഇഷ്ടം. പിന്നെ നമ്മൾ കൊമേഴ്സ് +1 അഡ്മിഷൻ എടുത്ത സമയത്ത് +1 അഡ്മിഷൻ എടുക്കേണ്ട സമയത്താണ് നമ്മൾ സയൻസ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കൈയൊക്കെ പൊക്കാനൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽസ് വരുമ്പോൾ ഞാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ MBBS വിട്ട് പോയാലും എനിക്കൊരു ഡിഫിക്കൽട്ടി വരുമെന്ന് എനിക്ക് ആ നിമിഷം തോന്നി. പക്ഷെ അത് ഒട്ടും അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രൂവ് ചെയ്ത ചേച്ചി നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. MBBS ഒക്കെ എടുത്ത ചേച്ചിമാർ നമ്മളെ ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം പ്രൂവണാണ് നമുക്ക് കൊണ്ട് MBBS പറ്റുമെന്നുള്ളത്. പക്ഷെ അന്ന് ചിന്തിച്ച് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു പറ്റത്തില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നു. അങ്ങനെ സയൻസ് മാറ്റി പേരൻസ് അപ്പം പറഞ്ഞു എനിക്ക് ഇച്ചിരി കൂടെ നല്ലത് കൊമേഴ്സ് ആയിരിക്കുമെന്ന്. അപ്പം സയൻസ് അങ്ങനെ പ്രാക്ടിക്കൽസിന്റെ ഇഷ്യൂ കാരണം സയൻസ് മാറ്റി. ഹ്യൂമാനിറ്റീസിനോട് എനിക്ക് അന്നൊരു താല്പര്യം തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തത്. ഹ്യൂമാനിറ്റീസ് ഒക്കെ നല്ലതാണ്. അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്തതാണ്. കൊമേഴ്സ് എടുത്ത സമയത്ത് നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു തുടക്ക സമയത്ത്. കാരണം എൻ്റെ അമ്മയാണെങ്കിൽ മാത്സ് സബ്ജക്റ്റ്, ഇനി കൊമേഴ്സ് പറഞ്ഞു തരാൻ സ്കൂളിൽ നിന്നുള്ളതല്ലാതെ വേറെ ആയിട്ടൊന്നും എക്സ്ട്രാ ഒന്നും പറഞ്ഞു തരാനൊന്നും ആരില്ല. 10 വരെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ സബ്ജക്റ്റ് മാത്സ് ഒക്കെ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു തരുമായിരുന്നു.
നമുക്ക് +1 കൊമേഴ്സ് എടുത്ത സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ലാതെ ആദ്യത്തെ ഒരു മാസം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളെ കൊണ്ട്. നമുക്ക് പഠിച്ചേ പറ്റൂ. വേറെ സിറ്റുവേഷനൊന്നും ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. അതിനുശേഷം എനിക്ക് കൊമേഴ്സ് അങ്ങ് ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി പഠിച്ച സ്കൂളിലും കോളേജുകളിലും നടന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഭാഗമാൻ എത്രത്തോളം ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല. കാരണം എനിക്ക് വേറെ ഒരു കഴിവ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം പാട്ട് പാടാനായാലും ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന വന്ന ആളല്ല. പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഒരു ആക്ടിവിറ്റീസ് അങ്ങനെ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല. പിന്നെ 1-2 ക്വിസിനൊക്കെ പോയിട്ടുണ്ട്. അതും +1 ടൈം ആയപ്പോൾ. അല്ലാതെ ഞാൻ അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പങ്കെടുക്കുന്ന ആളല്ല. പിന്നെ കോളേജിലൊക്കെ ഉള്ള സെലിബ്രേഷൻ, സ്കൂളിലായിരുന്നപ്പോൾ സെലിബ്രേഷൻ എല്ലാത്തിനും ഞാൻ പോകുമായിരുന്നു. നമ്മൾ ക്ലാസ് ബേസിലായിരുന്നു സെലിബ്രേഷൻ. അപ്പം എല്ലാ സെലിബ്രേഷനും പോകുമായിരുന്നു. കോളേജ് എത്തിയ സമയത്ത് സെലിബ്രേഷന് പോകുന്ന കുറവായിരുന്നു. കാരണം കോളേജിന്റെ നമുക്ക് SM കോളേജിൽ നിന്ന് കേൾക്കുമ്പോൾ പണ്ടത്തെ ഒരു SM കോളേജ് അവിടെ സെലിബ്രേഷൻ നല്ലോണം നടന്നിട്ടില്ലായിരുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണും. അതുകൊണ്ട് അങ്ങനെ പോകാതെയായിരുന്നു. പിന്നെ കൊറോണയായിരുന്നു. പിന്നെ PG ആയ സമയത്ത് PGയിലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കൃത്യമായിട്ട് മെയിൻലി ബോയ്സിനെയൊക്കെ എടുത്ത് പറയണം. അവന്മാരാണെങ്കിൽ എല്ലാ സെലിബ്രേഷനും വിളിക്കുക, ആർഷ വരണം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഉണ്ടായാലും അവന്മാരെ നോക്കാന്നൊക്കെ പറഞ്ഞു. എന്നാലും അധികം ഞാൻ പോയിട്ടില്ല. ചെറുതിനൊക്കെ ഫെയർവെല്, ഫ്രഷേഴ്സ് ഡേ, അങ്ങനെ ചെറിയ ഫങ്ഷൻസിനൊക്കെ പോയിട്ടുണ്ട്. ചേച്ചിയുടെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു മൊമെന്റ് ചേച്ചിക്ക് അങ്ങനെ ഒരു മൊമെന്റ് ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളും ദുഃഖങ്ങളും എല്ലാം കടന്നു പോകുന്നുണ്ട്. പക്ഷെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിട്ട് എനിക്ക് പറയത്തക്ക ഒരു മൊമെന്റ് എനിക്ക് തോന്നിയില്ല. എന്നാലും പറയാനാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ ഗൾഫിലായിരുന്നു. പിന്നെ ഞാനും അമ്മാമ്മയായിരുന്നു. അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മാമ്മയായിട്ട് അമ്മ എപ്പോഴും പറയാറുള്ള കാര്യം, അമ്മാമ്മ കുട്ടിയായിട്ട് വളർന്നൊരു കൊച്ചായിരുന്നു ഞാൻ. അമ്മാമ്മ എവിടെ പോയാലും അമ്മാമ്മയുടെ കൂടെ പോകണം. അമ്മാമ്മ ഒറ്റയ്ക്ക് എവിടെ ഞാൻ വിടത്തില്ല. അമ്മാമ്മ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അമ്മാമ്മയുടെ കൂടെ പോകണം. അമ്മാമ്മ കുടുംബ വീട്ടിൽ പോവുകയാണെങ്കിൽ അമ്മാമ്മയുടെ കൂടെ. അങ്ങനെ അമ്മാമ്മ കുട്ടിയായിട്ട് അമ്മാമ്മ പുറത്ത് എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അമ്മാമ്മയുടെ കൂടെ നിൽക്കണം. ഞാൻ അമ്മാമ്മ കുട്ടിയായിട്ട് വളർന്നൊരു മോളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എൻ്റെ അമ്മാമ്മ എൻ്റെ കൂടെ ഇല്ല. കഴിഞ്ഞ വർഷം അമ്മാമ്മ മരിച്ചു. ചേച്ചിയുടെ ആംബിഷൻ അല്ലെങ്കിൽ ഡ്രീം എന്താണ്? ജോബ് ഇല്ല. നമ്മളെല്ലാരും പഠിക്കുന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം ജോബ്, ഒരു ഗവൺമെന്റ് ജോബ് ആണ്. അതുതന്നെ ഇപ്പൊ ലെക്ചർ ആവാൻ ആഗ്രഹമുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ. അപ്പൊ അതിന്റെ ഉള്ള അതിന്റെ പാത്തിലാണ്. അതിനകത്ത് നെറ്റെല്ലാം ക്വാളിഫൈ ചെയ്ത് എല്ലാം കഴിഞ്ഞു ആ ഒരു പാത്തിയോട്ട് പിന്തുടരും. ആംബിഷൻ ആവാൻ സാധിക്കും. ചേച്ചിക്ക് എന്താ ആവാൻ ആഗ്രഹമുള്ളത് എന്തായാലും സാധിക്കട്ടെ. താങ്ക് യു മോളെ. മൈൻഡിൽ വന്നതിന് ശേഷം ചേച്ചിക്ക് എടുത്തു പറയാവുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി? മൈൻഡിൽ വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും നിമിഷം നമ്മളൊന്ന് ഡൗൺ ആവുകയാണെങ്കിൽ ആ ഒരു ഡൗൺ നമുക്ക് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന മൈൻഡ് തന്നെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് മൈൻഡിലുള്ള. അവര് സത്യത്തിൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമ്മളൊന്നും തളർന്നു പോവാതിരിക്കാൻ നമ്മൾ അത്രയും നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മള് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ മൈൻഡിലുണ്ട്. ഇപ്പൊ നമ്മളെ കൊണ്ട് ജോലിക്കൊക്കെ പറ്റുമോ, ജോലി പോകുമ്പോൾ എങ്ങനെയാന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൈൻഡ് വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് നമ്മൾ എന്തിനിങ്ങനെ നെഗറ്റീവ് അടിക്കുന്നേ, നമ്മളൊന്നും ഡൗൺ ആവേണ്ട ആവശ്യമില്ല, നമ്മളെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കൺമുമ്പി എക്സാമ്പിൾസ് ഉണ്ട്. അതാണ് മൈൻഡിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന ഏറ്റവും വലിയൊരു ഇത്. ഒരു വട്ടം പോലും ഞാൻ അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളല്ല. എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു നെഗറ്റിവിറ്റി തോന്നിയ ആ നെഗറ്റിവിറ്റിയെ നമുക്ക് മറികടക്കാൻ പറ്റും. അതിന് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി വ്യക്തികൾ മൈൻഡിലുണ്ട്. താങ്ക് യു അമി. അടുത്തതായി അദ്വൈത്. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് പഠനത്തിൽ മുന്നേറാൻ ചേച്ചിക്ക് പ്രചോദനമായ ഘടകങ്ങൾ എന്തെല്ലാം? ഘടകങ്ങൾ, ഒന്നാമത്തെ ഘടകം എൻ്റെ പേരൻസ് ആണ്. കാരണം എനിക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്താണ് എൻ്റെ പേരൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒഴുക്കി തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ പഠിക്കുക എന്ന ഒറ്റൊരു ചുമതല മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനെയും കുറിച്ച് ഞാൻ ബോധർ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ ഘടകം എൻ്റെ പേരൻസായിട്ട് അവരെല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് തരും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്,
അപ്പം നമുക്ക് റെഗുലർലി ആയാലും നേരത്തെ എല്ലാം പറഞ്ഞ കാര്യം റെഗുലർലി കോളേജിലായാലും സ്കൂളിലായാലും പോയി പഠിക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം ഫ്രണ്ട്സ് തന്നെ. അവർ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം നമുക്ക് ഒരുപാട് നേരം ഇരിക്കുമ്പോൾ PG ഒക്കെ അതിന് ശേഷം നമുക്ക് ഇരിക്കുന്നതിന് ഇച്ചിരി ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത് എപ്പോഴും ഇല്ല, ഇടയ്ക്കും എപ്പോഴും ആ ഒരു സമയത്തായാലും നമ്മളൊന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ അല്ലാതെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലോ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ ഒരു വിഷമം എല്ലാം മറന്ന് നമ്മൾ ഇരിക്കുന്ന സമയമാണ് നമ്മൾ ഫ്രണ്ട്സുമായിട്ടിരിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ അത്രയും ചേർത്ത് പിടിക്കുന്ന ഫ്രണ്ട്സായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പോയി പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്സാഹം നമുക്ക് കാണും. പിന്നെ എൻ്റെ ടീച്ചേഴ്സും എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച ടീച്ചേഴ്സാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരികയും നമ്മൾ അത്രയും കെയർ ചെയ്യുകയും നമുക്കൊരു ആ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ഒരു കുട്ടി ഇരിപ്പുണ്ട് എന്നുള്ള കൺസിഡറേഷൻ നൽകുന്ന ഒരു ടീച്ചേഴ്സായിരുന്നു എൻ്റെ എല്ലാ ടീച്ചേഴ്സും. ഇതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ, എനിക്ക് പഠിക്കാനായിട്ട് കിട്ടിയ ഘടകങ്ങൾ. ചേച്ചിക്ക് സ്കൂളിലേക്കും കോളേജിലേക്കുമുള്ള യാത്രാ സൗകര്യം എങ്ങനെയായിരുന്നു? യാത്ര കൊച്ചുനാൾ സ്കൂളിൽ ആദ്യമൊക്കെ ഞാൻ അസുഖത്തിന് മുമ്പ് അസുഖമായ ഒരു 6ാം ക്ലാസ് വരെ ഞാൻ സ്കൂൾ ബസ്സിലായിരുന്നു. 5ാം ക്ലാസ് വരെ ഞാൻ സ്കൂൾ ബസ്സിലായിരുന്നു പോകുന്നത്. പിന്നെ അതിന് ശേഷം എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കുമായിരുന്നു. അമ്മയോ അച്ഛനോ കൊണ്ടാക്കുക, സ്കൂട്ടി ഇരുത്തി കൊണ്ടുപോകുമായിരുന്നു. പിന്നെ സ്കൂട്ടറിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വീൽചെയറായ സിറ്റുവേഷനായപ്പോഴേക്ക് മിനിയുടെ വാനെടുത്ത് വീൽചെയറിലൂടെ കയറുന്ന റാം ഫെസിലിറ്റി ചെയ്ത് അങ്ങനെ വണ്ടിയിൽ റാമ്പിൽ കയറുന്ന ടൈപ്പ് വീൽചെയറിൽ തന്നെയാണ് ഞാൻ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അത് അച്ഛൻ കൊണ്ടാക്കും, എല്ലാ ദിവസവും അച്ഛനായിട്ട് തന്നെ കൊണ്ടാക്കും. ചേച്ചി ഉത്സവം മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉത്സവം ഞാൻ പങ്കെടുക്കാറുണ്ട്. കാരണം ഇപ്പം ഇലക്ട്രിക് വീൽചെയർ കിട്ടിയതിന് ശേഷം എനിക്ക് തന്നെ പോകാമെന്നുള്ള വീട്ടിൻ്റെ അടുത്താണ് അമ്പലം. അതിന് മുമ്പായാലും അച്ഛൻ വണ്ടിയിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഉത്സവത്തിന് എല്ലാത്തിനും ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ കല്യാണങ്ങൾക്ക് ഞാൻ അങ്ങനെ പോകാറില്ല. കാരണം നമുക്ക് അവിടെ വരുന്ന മെയിൻ ഇഷ്യൂ കല്യാണ മണ്ഡപങ്ങൾ ഓഡിറ്റോറിയംസ് വരുമ്പോൾ നമുക്ക് അക്സസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് പോകേണ്ട കല്യാണങ്ങൾ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ പോകുമ്പോൾ തലേന്ന് അവരെ വീട്ടിൽ പോകും. അല്ലാതെ കല്യാണങ്ങളിൽ ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല. പിന്നെ ഞാൻ അത്രയും സോഷ്യലാവുന്ന ക്യാരക്ടറല്ല എൻ്റെ. അപ്പോൾ അധികം ഞാൻ പരിപാടികളിൽ പങ്കെടുക്കാറില്ല. സമൂഹത്തിൽ നിന്നുള്ള നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാണ് നേരിടുന്നത് ചേച്ചി? നെഗറ്റീവ് കമന്റ്സ് ഞാൻ അധികം നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. എനിക്ക് വരേണ്ട സിറ്റുവേഷൻ വന്നാലും അത് ഏറ്റവും നല്ലത് ഇഗ്നോറൻസ് തന്നെയാണ്. നമ്മൾ ചുമ്മാ നമ്മളെന്തോ അനുഭവിക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് വേറൊരാൾക്ക് അത് അറിയാൻ പറ്റത്തേയില്ല. എത്രയൊക്കെ നമ്മൾ നല്ലോണം മനസ്സിലാക്കുന്ന ആളായാലും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അവരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മനസ്സിലോട്ടെടുക്കുകയോ നമ്മളെ ഉള്ളിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് 2 ചെവികളുണ്ടല്ലോ, ഒരു ചെവി കൂടെ കേൾക്കാം, മറ്റേ ചെവി കൂടെ കളഞ്ഞാൽ മാത്രം മതി. ഏറ്റവും നല്ലൊരു കാര്യം നെഗറ്റിവിറ്റിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെ ഇഗ്നോറൻസ് തന്നെയാണ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്ത കളയുക. അത് അവർക്ക് ഒരു കമന്റിന് നമ്മൾ വില മതിക്കുന്നില്ല, നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് ഉള്ളത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി തന്നെ. അതിനർത്ഥം നമ്മൾ എല്ലാവരും ഒത്തിരി വട്ടം നെഗറ്റിവിറ്റി അടിച്ച് കളയുമ്പോൾ നമ്മൾ സൈലൻ്റായി ഇരിക്കണമെന്നല്ല, പ്രതികരിക്കേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം. എന്നാലും ആവശ്യമില്ല. അതിപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഒരു സമയത്ത് ഇഗ്നോർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇഗ്നോറൻസ് ചെയ്യുമ്പോൾ തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി തന്നെയാണ്. നമ്മളത് ബാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ കേരളം ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ചേച്ചി ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്? മെയിൻലി നമുക്കിപ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിന് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് റാമിൻ്റെ ഒക്കെ ഇഷ്യൂസ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു പുറത്തോട്ട് പോകുന്ന ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ കാര്യം റിലേറ്റീവ്സിൻ്റെ കാര്യം, കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഓഡിറ്റോറിയംസ് അക്സസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഏതൊരിടത്ത് പോകണമെങ്കിലും നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന അവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്ന്. അപ്പം നമുക്ക് ഒരിടത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അതൊന്ന് അന്വേഷിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ PG സമയത്ത് നമുക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ നമ്മളൊരു 15 ദിവസത്തെ പോയി അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കുകയാണ് അവിടെ ഇൻറ്റേൺഷിപ്പ് വരുന്നത്. ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ മജോറിറ്റിയും കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു പോയത്. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ പോയപ്പോൾ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ കൊല്ലത്തെ മിക്കവാറുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ് ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അവിടെ നമുക്ക് ഒരെണ്ണം മാത്രം നമുക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ബാക്കി മിക്കവാറുള്ള
കോപ്പറേറ്റീവ് മാക്സിമം വരുന്നത് ഒന്നെങ്കിൽ മുകളിലായിരിക്കും, ഇല്ലെങ്കിൽ താഴെ ആണെങ്കിൽ നമുക്ക് നല്ല സ്റ്റെപ്പുകൾ വരുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്ത കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ പോലും അത് മുകളിലായിരുന്നു. അപ്പം എനിക്ക് താഴെ പോയിരുന്ന ആ ഒരു ഫയൽസ് എല്ലാം നോക്കി പഠിക്കുക, അത്ര മാത്രമേ എന്നെ കൊണ്ട് പറ്റിയുള്ളായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് പലയിടത്തും ഇപ്പം നമുക്കൊരു സിനിമ തിയേറ്ററിൽ പോകണമെങ്കിൽ ഇപ്പം അതിൻ്റെ റൂൾസ് എല്ലാം മാറി വരുന്നുണ്ട്. എന്നാലും നമുക്ക് പോകുമ്പോൾ നമുക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ളൊരു തിയേറ്ററിൽ പോകാൻ നമുക്ക് പറ്റത്തില്ല. വീൽ ചെയർ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രം ആ ഒരു തിയേറ്റർ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറെ ഏത് പൊതുസ്ഥലത്ത് പോകണമെങ്കിലും നമ്മൾ അവിടെ എല്ലാം നോക്കണം, നമുക്ക് അവിടെ കയറാൻ പറ്റൂ എന്നുള്ളൊരു ഘടകം നമുക്ക് അവിടെ വരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് കേരളത്തിൽ വിജയ ആക്സസിബിലിറ്റി. അതിപ്പം മാറി വരുന്നുണ്ട്, ഒരുപാട് മാറി വരുന്നുണ്ട്. നമുക്ക് നിയമങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്കൊരു ഡിസബിലിറ്റി സ്റ്റേറ്റ് ലെവലിലായാലും നാഷണൽ ലെവലിലായാലും ഡിസബിലിറ്റി പോളിസീസ് ഉണ്ട്. നമുക്ക് റൈറ്റ് ഉണ്ട്, PWD ആക്ട് ഉണ്ട്. നമുക്ക് നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ UN കൺവെൻഷൻസ് ഉണ്ട്. എല്ലാം വെച്ച് നമുക്കൊരു ട്രാൻസിഷൻ ഫേസിലായിട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ട്രാൻസിഷൻ ഫേസിലാണ്. വർഷങ്ങൾ മാറുന്നതനുസരിച്ച് എല്ലാം നമുക്കും കൂടെ നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്കിപ്പം. അതെല്ലാം മാറി നമുക്ക് നല്ലൊരു ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ എൻവയോൺമെന്റ് ആയിട്ട് മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ എന്നത് വളരെ വേഗം കടന്നുപോയി. നമ്മൾ ഓരോരുത്തരും ആർഷ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇത്രയും നേരം. വെല്ലുവിളികളെ തന്നെ ചവിട്ടുപടികളാക്കി വിജയത്തിന്റെ നെറുകയിലെത്തിയ ആർഷയുടെയും ആർഷയുടെ മാതാപിതാക്കളുടെയും ജീവിതം നമുക്ക് ഏവർക്കും മാതൃകയും ഊർജവും നൽകുന്നതാണ്. ആർഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആർഷമാർ ഇനിയും മൈൻഡിൽ ഉണ്ടാകട്ടെ. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത സക്കീർ മാഷിനും സ്നേഹം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വലിയ ചോദ്യങ്ങൾ ചോദിച്ച ചെറിയ കൂട്ടുകാർക്ക് ഭാവിയിൽ പഠിക്കാനും ജീവിത വിജയം നേടാനും ഈ ഒരു പരിപാടി പ്രചോദനമാകട്ടെ. ഇത് ശ്രവിച്ച ഓരോരുത്തർക്കും ആർഷയെ പോലെ ഒരു ഫിനിക്സ് പക്ഷിയാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും മൈൻഡ് കുടുംബത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം.